പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിച്ച് ഈസ് ദ ബെസ്റ്റ് മീൻസ് ഓഫ് എക്സ്പ്രസിങ് ലവ്. സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ്? സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള ഏറ്റവും ഉചിതമായ രീതി എന്താണ്? പഠനങ്ങളനുസരിച്ച് എല്ലാ സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ ഒരൊറ്റ പദപ്രയോഗമില്ല. എന്നാൽ പല തത്വചിന്തകന്മാരും മനഃശാസ്ത്രജ്ഞന്മാരും വിശുദ്ധരും ആത്മീയ പാരമ്പര്യങ്ങളും സമ്മതിക്കുന്നത് സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം സ്വയം നൽകുന്ന പ്രവൃത്തിയാണ്. സ്വയം ദാനമാണ്, ആത്മത്യാഗമാണ്. അതായത് ത്യാഗം, സ്ഥിരമായിട്ടുള്ള കരുതൽ, സാന്നിധ്യം, പ്രതിബദ്ധത എന്നിവയിലൂടെ കാണിക്കുന്ന സ്നേഹം. ഇവയാണ് സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം. സ്നേഹം ഒരേ സമയം ആത്മനിഷ്ഠവും വസ്തുനിഷ്ഠവുമാണ്. ലവ് ഈസ് ബോത്ത് സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ്. സ്നേഹം ആത്മനിഷ്ഠ എന്ന് പറയുവാനുള്ള കാരണം ആളുകൾ സ്നേഹം വ്യത്യസ്തമായിട്ട് അനുഭവിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി കരയുന്ന കുഞ്ഞിനോട് സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല രീതി ആ കുഞ്ഞിന് ഒരു കളിപ്പാട്ടം വാങ്ങി നൽകുന്നതായിരിക്കും. വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നത് നമ്മുടെ സാമീപ്യമാണ്, അവരെ കൂടി ചെലവഴിക്കുന്ന സമയമാണ്. കുട്ടികൾ മാതാപിതാക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള ഏറ്റവും വലിയ രീതി എന്നത് അവരെ അനുസരിക്കുന്നതിലാണ്. സ്നേഹം വസ്തുനിഷ്ഠമെന്ന് പറയാൻ കാരണം യഥാർത്ഥ സ്നേഹത്തിൽ യഥാർത്ഥ സ്വയം ദാനവും മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ചുള്ള കരുതലും ഉൾപ്പെടുന്നു. താജ്മഹൽ സ്നേഹത്തിൻ്റെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു പ്രകടനമാണ്, അല്ലെങ്കിൽ പ്രതീകമാണ്. ചുരുക്കത്തിൽ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയുമാണ്. ഈശോ ഇന്നേ ദിനം നമുക്ക് നൽകുന്ന സന്ദേശവും ആഹ്വാനം കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ഈശോയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാനാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു, യോഹന്നാൻ 14:15, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാനുള്ള ആഹ്വാനമാണ് ഈശോ നമുക്ക് നൽകുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവിടുത്തെ കൽപ്പനകൾ പാലിക്കണം. ഏതാണ് ആ കൽപ്പനകൾ? എന്താണ് ഈശോ ഇവിടെ അർത്ഥമാക്കുന്ന ആ കൽപ്പനകൾ? വലിയ പ്രവാചകനായിട്ടുള്ള മോശയിലൂടെ നൽകിയിരിക്കുന്ന 10 കൽപ്പനകൾ, ദൈവകൽപ്പനകൾ, അവയാണ് ഈശോ ഇവിടെ അർത്ഥമാക്കുന്നത്. അതോടൊപ്പം നമ്മൾ പാലിക്കേണ്ട കൽപ്പനകൾ വേറെയുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ, നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ സ്ഥാപനത്തിലെ നിയമങ്ങൾ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെ നിയമങ്ങൾ, ഇവയെല്ലാം നമ്മൾ പാലിക്കേണ്ട കൽപ്പനകളാണ്. ഈ നിയമങ്ങളെല്ലാം നമ്മൾ പാലിക്കുവാനായിട്ട് ബാധ്യസ്ഥരുമാണ്. 10 കൽപ്പനകൾ എടുത്താൽ നമുക്കറിയാം, ആദ്യത്തെ 3 കൽപ്പനകൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മറ്റു 7 കൽപ്പനകൾ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 10 കൽപ്പനകൾ നമുക്ക് 2ആയിട്ട് സംഗ്രഹിക്കാം. 1 ദൈവത്തെ സ്നേഹിക്കുക, 2 സഹോദരനെ സ്നേഹിക്കുക. അതിൻ്റെ പശ്ചാത്തലം നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും. മത്തായി 22:35 മുതൽ 40 വരെയുള്ള വചനത്തിൽ നമ്മൾ വായിക്കുന്നു. അവരിൽ ഒരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിയമത്തിൽ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? യേശു പറഞ്ഞു, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. 2ാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. സ്നേഹത്തിൻ്റെ 4 തലങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. 1 ദൈവത്തെ സ്നേഹിക്കുക, 2 സഹോദരങ്ങളെ സ്നേഹിക്കുക, 3 സ്വയം സ്നേഹിക്കുക, 4 പ്രകൃതിയെ സ്നേഹിക്കുക. ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ വചനത്തിൽ വായിച്ചു കേട്ടു. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. ഈ വചനത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് വീണ്ടും വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കും. നിയമാവർത്തനം 6:5 നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ
ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ക്ഷേമ പ്രാർത്ഥന എന്നറിയപ്പെടുന്ന ഈ വചനം യഹൂദ മതത്തിലെ കേന്ദ്ര വിശ്വാസ പ്രഖ്യാപനമാണ്. ഓരോ യഹൂദനും ഈ ക്ഷേമ പ്രാർത്ഥന ദിവസത്തിൽ 2 തവണ ചൊല്ലുന്നു, രാവിലെ വൈകുന്നേരം. ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. ഈശോ അതേ ക്ഷേമ പ്രാർത്ഥനയാണ് അടിവരയിട്ട് നമ്മളോടും ആവർത്തിക്കാൻ പറയുന്നത്. ഏറ്റവും വലിയ കൽപ്പനയായിട്ട് ഇത് ആവർത്തിക്കുന്നു. ഈ വാക്യങ്ങളിൽ ദൈവത്തെ സ്നേഹിക്കുവാൻ ഹൃദയം, ആത്മാവ്, മനസ്സ്, ശക്തി എന്നിവയിലൂടെ പൂർണ്ണമായ പ്രതിബദ്ധത ഈശോ ഊന്നി പറയുന്നു. ദൈവസ്നേഹവും സഹോദര സ്നേഹവും ഒരു നാണയത്തിലെ 2 വശങ്ങളാണ്. എങ്ങനെയാണ് സഹോദരനെ സ്നേഹിക്കേണ്ടത്? ഈശോ വീണ്ടും വചനത്തിൽ വ്യക്തമാക്കുന്നു. നല്ല സമരക്കാരൻ്റെ ഭൂമിയിലൂടെ കരുണ കാണിച്ചുകൊണ്ട് വേണം മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതെന്ന് സമരക്കാരൻ്റെ ഭൂമിയിലൂടെ ഈശോ വ്യക്തമാക്കുന്നു. നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കേണ്ട മാനദണ്ഡം എന്നത് കരുണയാണ്. ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായിട്ട് മാറുക എന്നതാണ്. ഇന്ന് നമുക്ക് ചുറ്റും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഈ കരുണയാണ്, ദയയാണ്, അനുകമ്പയാണ്. എങ്ങനെയാണ് സ്വയം സ്നേഹിക്കേണ്ടത്? നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ തന്നെ അംഗീകരിക്കുക. Accept yourself as you are with your strength, limitations and shortcomings. അതായത് നിങ്ങളുടെ ശക്തി, പരിമിതികൾ, പോരായ്മകൾ എന്നിവയിൽ ഉൾപ്പെടെ നിങ്ങളായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ തന്നെ അംഗീകരിക്കുക. മറ്റുള്ളവരുമായിട്ട് സ്വയം താരതമ്യം ചെയ്യാത്ത നിങ്ങളുടെ വ്യക്തി സവിശേഷത അംഗീകരിക്കുക. ഓരോരുത്തരും അതുല്യരാണെന്ന് മനസ്സിലാക്കുക. കാർലോ എക്കിറ്റിസിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉദ്ധരണിയാണ്, All people are born as originals, but many die as photocopies. എല്ലാവരും ഒറിജിനലായാണ് ജനിക്കുന്നത്, എന്നാൽ പലരും ഫോട്ടോസ്റ്റാറ്റുകളായിട്ട് ജീവിച്ച് മരിക്കുന്നു. ഉദ്ധരണിയുടെ അർത്ഥം ഇതാണ്: ദൈവം ഓരോരുത്തരെയും അദ്വിതീയരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റുള്ളവരെ അന്ധമായിട്ട് അനുകരിച്ചും ലോകത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചും സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്തി ജീവിക്കരുതെന്നാണ് കാർലോ എക്കിറ്റിസ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മളായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനായി നമ്മൾ നമ്മളെ തന്നെ അംഗീകരിക്കണം, സ്നേഹിക്കണം. പ്രകൃതിയെ സ്നേഹിക്കുക. പ്രകൃതിയെ സ്നേഹിക്കേണ്ട കടമ നമുക്ക് എല്ലാവർക്കുമുണ്ട്. മൺമറിഞ്ഞു പോയ ഫ്രാൻസിസ് പാപ്പ തൻ്റെ 2ാമത്തെ ചാക്രിക ലേഖനമായ ലൗദാത്തോ സി, നിങ്ങൾക്ക് സ്തുതി എന്നതിലൂടെ ഈ കാര്യം വ്യക്തമാക്കുന്നു. നമ്മുടെ പൊതുഭവനത്തിനായുള്ള പരിചരണത്തെക്കുറിച്ച് എന്ന തലക്കെട്ടിൽ പരിസ്ഥിതിക്കും ദരിദ്രർക്കും വേണ്ടിയുള്ള കരുതലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 2015 പ്രസിദ്ധീകരിച്ച ഈ ചാക്രിക ലേഖനത്തിലൂടെ പരിസ്ഥിതി തകർച്ച, ഉപഭോഗ സംസ്കാരം, സാമൂഹിക അനീതി എന്നിവ പരസ്പര ബന്ധിതമായിട്ടുള്ള പ്രതിസന്ധികളാണെന്ന്, അടിയന്തര നടപടി ആവശ്യമുള്ളതാണെന്ന് വാദിക്കുന്ന ഇത് ആഗോള പാരിസ്ഥിതിക പരിവർത്തനത്തിനായിട്ടുള്ള ആഴത്തിലുള്ള ഒരു ആഹ്വാനമാണ്. ചുരുക്കത്തിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂടിൻ്റെ കാരണം പരിസ്ഥിതിയെ, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് മൂലമാണ്. ആയതിനാൽ പരിസ്ഥിതിയെ, പ്രകൃതിയെ സ്നേഹിക്കുവാൻ നമുക്ക് പഠിക്കാം. മരങ്ങൾ നട്ടുകൊണ്ട്, ഇൻ്റർലോക്ക് ചെയ്യുന്നതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട്. യഥാർത്ഥ സ്നേഹം വാക്കുകൾ മാത്രമല്ല, അത് ജീവിതത്തിലൂടെ തെളിയണം. ഇന്ന് പലരും പറയുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. പക്ഷേ ഒരു ചോദ്യം, നമ്മുടെ ജീവിതം അതിന് സാക്ഷ്യമാണോ? ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? ദൈവവചനം അനുസരിക്കുന്നുണ്ടോ? ഓർക്കുക, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാൽ, അവിടുത്തെ കൽപ്പനകളെ പാലിച്ചാൽ അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നിയമാവർത്തനം 28:1 മുതൽ 8 വരെയുള്ള വചനത്തിൽ നമ്മൾ ഇങ്ങനെ പ്രകാരം വായിക്കുന്നു: നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാളും ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹിതനായിരിക്കും. നിൻ്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ അപ്പക്കുട്ടയും മാവ് കൊഴുക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിൽ നീ അനുഗ്രഹിതരായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരെയായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും.
നിൻ്റെ കളപ്പുരകളിലും നിൻ്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിലൂടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിച്ച് നല്ല ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരോട് കരുണ കാണിച്ചുകൊണ്ട് സ്വയം അംഗീകരിച്ചുകൊണ്ട് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് നല്ല ക്രിസ്തു ശിഷ്യരായി മാറുവാൻ, ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ഇന്ന് ദിനം വചനം നമ്മളെ ക്ഷണിക്കുന്നു. ഈശോയുടെ ഈ ക്ഷണം സ്വീകരിച്ച് കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം. എന്നും ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.